പ്രൈസ് ലോർഡ്, ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രോഗ്രാം ഒരു ഉപന്യാസമാണ്. ഉപന്യാസത്തിൻ്റെ പേര് പ്രാർത്ഥനാ ജീവിതം. സങ്കീർത്തനം 5:3. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദാവീദ് ഇപ്രകാരമാണ് ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നത്. പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ആത്മീയ ശ്വാസോച്ഛ്വാസത്തിന് തുല്യമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ തീവ്രമായ പ്രകടനവുമാണ് പ്രാർത്ഥന. ഒരളവിൽ ദൈവത്തോട് സംസാരിക്കുന്നതിനുള്ള മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ബുദ്ധിപരമായ പ്രശ്നങ്ങളെ ഉളവാക്കുന്നു. ഇതിന് പ്രധാനം ഗൗരവമായി പ്രാർത്ഥിക്കാത്തതാണ്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉന്നതമായ മാതൃക കാണുവാൻ കഴിയുന്നത് നമ്മുടെ ആത്മീയ ഗുരുവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ ശൈലികളാണ്. ലൂക്കോസ് 5:16 യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി വെളിച്ചം വീശുന്ന പ്രസ്താവനയുണ്ട്. അവനോ നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ലൂക്കോസ് ഇവിടെ പറയുന്നത് കർത്താവ് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചതിനെ കുറിച്ചല്ല. യേശുക്രിസ്തു പല രാത്രികളിലും പ്രാർത്ഥന കഴിച്ചിരുന്നു. താൻ പലപ്പോഴും അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പോയി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. തൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് മുമ്പ് യേശു പ്രത്യേക പ്രാർത്ഥന കഴിച്ചിരുന്നു. വാക്കിനാലും പ്രവൃത്തിയാലും താൻ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്നാൽ തൻ്റെ പ്രാർത്ഥനയെപ്പറ്റി ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് എബ്രായർ 5:7 നമുക്ക് കാണാവുന്നതാണ്. പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്ന അപ്പോസ്തലനാണ് പൗലോസ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നില്ലയോ എന്ന് പൗലോസ് നമ്മോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നോ അതിൻ്റെ ശൈലി എങ്ങനെയെന്നോ അറിഞ്ഞുവെന്ന് വന്നേക്കാം. നമുക്ക് പ്രാർത്ഥനയിൽ തികഞ്ഞ വിശ്വാസം ഉണ്ടായി എന്നോ പ്രാർത്ഥന സംബന്ധിച്ചുള്ള വാഗ്ദത്തങ്ങളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായി എന്നോ വന്നേക്കാം. എന്നാൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്കിനെ നാം അവഗണിക്കുന്നു എങ്കിൽ നാം പ്രാർത്ഥനയുടെ താക്കോൽ എടുക്കാൻ മറന്നുപോയിരിക്കുന്നു. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥനയെ ഭൗതികവും ആത്മീയവും എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഭൗതികമായ പ്രാർത്ഥന മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. എന്നാൽ ആത്മീയമായ പ്രാർത്ഥന ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുകയും അമാനുഷികമായ ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയെ ദൈവവചനത്തിൽ പോരാട്ടമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. അതിനാൽ നാം എല്ലാവരും ജീവിതത്തിൻ്റെ നല്ല നടത്തിപ്പിനും വിജയത്തിനും വരും ലോകത്തിലെ അംശികളും ആകേണ്ടതിന് പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ഉപന്യാസം എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിനും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹമായി തീരട്ടെ.